പെങ്ങളെ മക്കൾ എപ്പോഴും പറയും അവരുടെ വീട്ടിൻ്റെ അടുത്തുണ്ട് ശിവേട്ടൻ്റെ പുഴമീനും ചോറും. ഒരുപാട് റീൽസും കണ്ടിട്ടുണ്ട് ശിവേട്ടൻ്റെ തിരൂർ മംഗലം പുല്ലൂണിയിലുള്ള ഈ കട. ഞാനും അഫ്സലും 12 മണിക്ക് തന്നെ അവിടെ എത്തി. 12 മണി ആയതുകൊണ്ടാവും ആളുകളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ പുഴമീനും റെഡിയല്ല. 15 മിനിറ്റ് കൊണ്ട് പുഴമീൻ റെഡിയാവെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ശിവേട്ടൻ്റെ കടയുടെ തൊട്ടടുത്തുള്ള പുഴയോരത്ത് പോയി. കാണാൻ അടിപൊളി സ്ഥലമാട്ടാ, സൂപ്പർ സ്ഥലമാണ്. ഈ കാണുന്ന തോണിയെ ഞണ്ടിനെ പിടിക്കാൻ പോണ തോണിയാട്ടാ. സോളാർ സിസ്റ്റം ഉണ്ട്, സെക്യൂരിറ്റി ക്യാമറ ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഏകദേശം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 12:30 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും. പുഴമീനാണ് ഈ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. കാളാഞ്ചി ഉണ്ട്, ഏരിയുണ്ട്, ഞണ്ടുണ്ട്, കരിമീനുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണയിലെ മീൻ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചോറും കൂട്ടാനുകളും കടൽ മീനുകളൊക്കെ റെഡിയാണ്. വന്ന മിക്ക ആളുകളും വെയിറ്റ് ചെയ്യണത് പുഴമീൻ റെഡിയാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സാധനം സ്പെഷ്യലാട്ടോ, മുളക് ചമ്മന്തി. സാമ്പാറും അതുപോലെ തന്നെ തേങ്ങ അരച്ച മീൻ കറി, അതൊക്കെ സാധാരണ നോർമൽ ടേസ്റ്റിനുള്ളൂ കേട്ടോ. പക്ഷെ ഇവർക്കൊരു മുളക് കറിയുണ്ട്, മീൻ മുളക് ഇട്ടത്, അത് അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏരിയും ചെമ്മീൻ റോസ്റ്റും ആയിരുന്നേ. മറ്റുള്ള ഹോട്ടലുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണയിലുള്ള മസാലയും കൂടി അവർ തരും നമുക്ക്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ട് ആ മീൻ മാത്രം നമുക്ക് തരുള്ളൂ. പ്രത്യേക കളറൊന്നും കൂട്ടാത്തത് കൊണ്ടാവാം ചിലപ്പോൾ. മീൻ തന്നെ വലിയ ചുവപ്പ് കളറൊന്നും ഇല്ല കേട്ടോ പൊരിച്ച് കഴിഞ്ഞിട്ട്. മീൻ പൊരിച്ച് തുടങ്ങിയാൽ തന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരും കേട്ടോ. ഒരു പ്രത്യേക തരം സ്മെല്ല്. വെളിച്ചെണ്ണ ശരിക്കും ഒറിജിനൽ വെളിച്ചെണ്ണ തന്നെയാണ് അത് പൊരിക്കുന്നത്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത്രയും അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഇറച്ചിയുള്ള മീൻ തന്നെ ചെയ്തിട്ട് ഏരി. നല്ല നെയ്യുണ്ട് മീനിന്. ഏതായാലും തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കഴിച്ചിറങ്ങി. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ കഴിക്കണമെങ്കിൽ ഉറപ്പായിട്ടും പോരി.